പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു ശാപവും നിനക്ക് ഭവിക്കയില്ല. 1 ശമൂവേലിൻ്റെ പുസ്തകം 16:12 പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ദാവീദ് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരി എറിഞ്ഞ് ജനവും വീരന്മാരുമെല്ലാം ഇടതും വലതുമായി നടക്കുകയായിരുന്നു. ശിമയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു: രക്തപാതഹ നീച, പോ പോ. അപ്പോൾ ദാവീദ് ഇത് കേട്ടിട്ട് പറഞ്ഞ വാക്കാണ് നാം ആദ്യം വായിച്ച വാക്യം. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ആവർത്തന പുസ്തകം 23:5 നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നു. മത്തായി സുവിശേഷം 5:12 സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ അവരെ ഉപദ്രവിച്ചുവല്ലോ. അതിനാൽ പ്രിയ ദൈവമക്കളെ, ഒരു ശാപവും നിനക്ക് ഫലിക്കയില്ല. കാരണം കൂടാതെ ഒരു ശാപവും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഫലിക്കയില്ല. നിന്നെ നോക്കി ആരെങ്കിലും ശാപവാക്ക് പറഞ്ഞുവോ? നിനക്കത് ഫലിക്കയില്ല. ആ വാക്ക് കേൾക്കുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഈ ശാപവാക്ക് എനിക്ക് ഫലിക്കയില്ല. ഇവൻ്റെ ശാപത്തിന് പകരം എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. ഇവർ എത്രത്തോളം എന്നെ ശപിക്കുന്നുവോ ആ വാക്ക് ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. കാരണം എൻ്റെ ദൈവം എന്നെ ശപിക്കുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നവനാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, ഇവൻ്റെ ശാപം എനിക്ക് ദൈവം അനുഗ്രഹമാക്കി തീർക്കും. നമ്മുടെ പാപത്തിനും ശാപത്തിൻ്റെ വിടുതനുമാണ് യേശു ക്രിസ്തു ക്രൂശിൽ ശാപഗ്രസ്തനായി നമ്മുടെ എല്ലാ പാപത്തിനും ശാപത്തിനു വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. ആ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും ശാപവും നീക്കി നമ്മെ വിടുവിച്ചിരിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. ആമേൻ. അതായത് ദൈവവചനത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തിക്ക് ഒരു ശാപവും ഏൽക്കയില്ല. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ ശാപവാക്ക് എനിക്ക് അനുഗ്രഹമായി തീരും. ശാപവാക്ക് കേട്ട് ദാവീദ് പേടിക്കുന്നില്ല. എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. നമുക്കങ്ങനെ തിരിച്ചു പ്രാർത്ഥിക്കാൻ കഴിയണം. ഏതെങ്കിലും വ്യക്തി പറയുന്ന ശാപവാക്ക് കേട്ട് നീ ഭയപ്പെടേണ്ട. നിനക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഇതെനിക്ക് ഭവിക്കയില്ല. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നവനാണ്, ശപിക്കുന്നവനല്ല. എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കുന്നവനാണ്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നവനാണ്. എന്നിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുന്നവനാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ, അതിനാൽ ഏതൊരു ശാപവും എന്നെ തൊടുകയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. ശാപവാക്ക് കേട്ട് നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. ശാപവാക്ക് കേൾക്കുമ്പോൾ പറയണം, ഈ ശാപം എനിക്ക് ഭവിക്കയില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ശാപം എനിക്ക് ഫലിക്കയില്ല. എൻ്റെ കർത്താവിനെ ശപിക്കുന്നവനല്ല, എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു മകൻ ജോലി നഷ്ടപ്പെട്ട്
കുറേ ദീർഘനാൾ ഭവനത്തിൽ നിൽക്കേണ്ടി വന്നു. എന്നാൽ ഒത്തിരി വർഷമായപ്പോൾ വീട്ടുകാർക്കും താൻ ഒരു ഭാരമായി. എന്നാൽ അവൻ ആഴമായ ദൈവവിശ്വാസിയായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. വീട്ടുകാർക്ക് തന്നെ പുച്ഛിക്കുവാൻ, തന്നെ നോക്കി പുച്ഛിക്കുന്ന അനുഭവങ്ങൾ വീട്ടുകാരിൽ നിന്ന് തന്നെ തനിക്ക് തുടങ്ങി. ഭക്ഷണം കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർ പറയാൻ തുടങ്ങി, ജോലി ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നു, നീ തന്നെ ഞങ്ങൾക്കൊരു ഭാരമാണ്, നിനക്ക് നാണമില്ലേ, ജോലിയില്ലാതെ നിനക്ക് എങ്ങനെയാ ഭക്ഷണം നൽകുന്നത്, ജോലിയില്ലാതെ നീ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നിന്നാൽ നിനക്കെങ്ങനെ നല്ലൊരു ഭാവി ലഭിക്കും. ഇങ്ങനെ ഓരോ വാക്ക് പറഞ്ഞവനെ വേദനിപ്പിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താൻ സ്നേഹിക്കുന്നവർ തന്നെ കാണുമ്പോൾ ശാപവാക്ക് പറഞ്ഞ് കളിയാക്കും. നീ വീട്ടിൽ തന്നെ ഒരു ഭാരമാണല്ലോ, ജോലിയില്ലാതെ ഇങ്ങനെ നടക്കുന്ന നിനക്ക് എങ്ങനെ ഭാവി കിട്ടും. ആ മകൻ തിരിച്ചു പറയുന്ന വാക്കിങ്ങനെയായിരുന്നു. അവൻ ഇങ്ങനെ പറയും, ഈ വാക്ക് കേട്ടിട്ട് ആ വ്യക്തി തിരിച്ചു പറയുന്നത്, ഇതൊന്നും എനിക്ക് ഭവിക്കയില്ല, എൻ്റെ കർത്താവ് എന്നെ മാനിക്കും. എന്നിട്ട് ആ വ്യക്തി ഇങ്ങനെ പറയുന്ന വാക്കിങ്ങനെയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു, എന്നെ ശപിക്കുന്നവരെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. അതുമാത്രമല്ല, എന്നെ ശാപവാക്ക് പറയുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം താൻ പറയും, എനിക്കെതിരെ പറയുന്ന ശാപവാക്കിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് താൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. തന്നെ നോക്കി കളിയാക്കുന്നവരെ, ശാപവാക്ക് പറയുന്നവരോട് ദേഷ്യമോ വിദ്വേഷമോ കയ്പോ വെച്ചുകൊണ്ടിരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ താൻ അവരോട് ക്ഷമിക്കുകയും ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുകയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ദാവീദും ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ വ്യക്തി പറയുന്ന ശാപം എനിക്ക് ഭവിക്കയില്ല, എൻ്റെ അവസ്ഥ ദൈവം അറിയുന്നു, ഇവൻ്റെ വാക്ക് എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ആ മകൻ്റെ ജീവിതത്തിൽ ദൈവം ആ വ്യക്തിക്കായി ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ടിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് തനിക്ക് നല്ലൊരു ഭാവിയാണ് ദൈവം ആദ്യം കൊടുത്തത്. അതിനുശേഷം നല്ലൊരു ജോലി ദൈവം അവന് കൊടുത്തു. വീട്ടിലും നാട്ടിലും അവനൊരു അത്ഭുതമായി. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എത്ര ശാപവാക്ക് വന്നാലും അത് നിനക്കൊരു അനുഗ്രഹമായി തീരും. ആ വാക്കിനെ നീ ക്യാൻസൽ ചെയ്ത് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയോട് നീ ക്ഷമിക്കുവാനും തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ട് നിനക്കെതിരെ വരുന്ന ശാപം അത് നിനക്ക് അനുഗ്രഹമായി തീരും. നീ അവർക്കായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം നിന്നെ അവരുടെ നടുവിൽ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും. അത് കണ്ട് നിൻ്റെ ശത്രു ലജ്ജിച്ച് തല താഴ്ത്തുക മാത്രമല്ല, അവർ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല രീതിയിലും പലരുടെ വാക്കുകൾ കേട്ട്, ശാപത്തിൻ്റെ വാക്ക് കേട്ട് നീ ഭയപ്പെട്ട്, അയ്യോ അതുപോലെ എനിക്ക് സംഭവിക്കുമോ, എൻ്റെ തലമുറയ്ക്ക് സംഭവിക്കുമോ എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനപ്രകാരം ദാവീദ് ഇങ്ങനെ പറഞ്ഞതുപോലെ ആ വ്യക്തി പറയുന്ന ശാപം എനിക്ക് ഫലിക്കയില്ല, പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. അതെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ നിനക്ക് വരുന്ന ശാപങ്ങൾ നിൻ്റെ അവസ്ഥ അറിഞ്ഞ്, നിൻ്റെ ഹൃദയത്തെ അറിഞ്ഞ് സർവശക്തനായ ദൈവത്തോട് നീ ക്ഷമ ചോദിച്ച് ദൈവസന്നിധി നിന്നെ തന്നെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുകയും നിനക്കെതിരെ വരുന്ന ശാപത്തെ നീ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് ആ വാക്ക് പറഞ്ഞ വ്യക്തിയോട് നീ ക്ഷമിക്കുവാൻ തയ്യാറായി ആ വ്യക്തിയെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എൻ്റെ ദൈവം എന്നെ മാനിക്കുമെന്ന് നീ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു ശാപവും നിനക്ക് ഭവിക്കയില്ല. നീ ഒരു അനുഗ്രഹമായി തീരും. ഏതെങ്കിലും വ്യക്തിയുടെ വാക്ക് കേട്ട് നിരാശപ്പെട്ട്
ശാപത്തിൻ്റെ വാക്ക് കേട്ട് നീ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ വചനപ്രകാരം നിനക്ക് വേണ്ടി യേശു ക്രൂസിൽ ശാപത്തിനും വിടുതലിന് വേണ്ടി, രോഗത്തിന് വിടുതലിന് വേണ്ടി, നിന്റെ പാപത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂസിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതും. അതുകൊണ്ട് നിന്നെ ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പാപത്തിൽ നിന്നും രക്തത്താൽ വീണ്ടെടുത്ത ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നീ ആശ്രയിക്ക്, ആത്മാവിൽ നീ ആശ്രയിക്ക്. നിന്റെ ശാപം പൊട്ടി നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഏതെങ്കിലും വാക്കുകൾ കേട്ട് മനസ്സിന് നിരാശപ്പെട്ട്, ഭയപ്പെട്ട ശാപവാക്ക് കേട്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് എനിക്കങ്ങനെ സംഭവിക്കുമോ, എൻ്റെ തലമുറയ്ക്ക് അങ്ങനെ സംഭവിക്കുമോ, അന്നവരിത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നു, അങ്ങനെ തെറ്റായ ചിന്തകളും ഭയങ്ങളും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ അങ്ങനെയുള്ള ഏതെങ്കിലും ശാപവാക്കുകൾ വിടുതലിന് തടസ്സമായി ഏതെങ്കിലും വ്യക്തികൾക്ക് നിൽക്കുന്നുവെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ അവരെ ജീവിതത്തിൽ നിന്ന് മാറി അവരനുഗ്രഹിക്കപ്പെടട്ടെ. ശ്രേഷ്ഠകരമായ ദൈവപ്രവൃത്തി ഭൂമിയിൽ അവരനുഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.